അധ്യാത്മരാമായണം, ആരണ്യകാന്ഡം, മുനിമണ്ഡലാഗമനവും തദ്വാശ്രമ പ്രവേശവും. വനവാസി മുനിജനങ്ങൾ സൂര്യവംശജാതനായ രാമദേവനും ഭാര്യ സോദര സമേതനായി ദണ്ഡകാരണ്യത്തിൽ എത്തിയ വിവരം അറിഞ്ഞു കാണാനെത്തി. മൂവരും മുനിമാരെ നമസ്കാരം ചെയ്തു. അവർ രാമാദികളെ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു, വിഷ്ണു അവതാരമായ അങ്ങയുടെ പൊരുളെല്ലാം ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്കും സങ്കടം തീർക്കാൻ അങ്ങ് പര്യാപ്തമാണെന്നും അറിയുന്നു. ഇവിടെ ഞങ്ങളുടെ വാസസ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ കരുണയുണ്ടാകണം. അപ്രകാരം മൂവരും മുനിമാർക്കൊപ്പം കൂടി നടന്നു. പലയിടത്തും മനുഷ്യരുടെ തലയോടും എല്ലുകളും കൂട്ടമായി രാമൻ്റെ ദൃഷ്ടിയിൽ പെട്ടു. വിസ്മയത്തോടെ കാര്യങ്ങൾ അന്വേഷിച്ചു. രാക്ഷസർ കൊന്നു തിന്ന മുനിസത്തമന്മാരുടെ അവശേഷിപ്പെന്ന് മുനിമാർ അറിയിച്ചു. കരുണയോടെ രാമൻ പറഞ്ഞു, നിങ്ങളുടെ വാസത്തിന് സ്വച്ഛമായ അവസ്ഥയുണ്ടാക്കി രാക്ഷസ നിഗ്രഹങ്ങൾ ചെയ്യുമെന്ന് സത്യം ചെയ്തു. കുറച്ചേറെ കാലം അവരോടൊപ്പം മൂവരും കഴിച്ചു. ദണ്ഡകാരണ്യതലവാസികളായ മുനി മണ്ഡലം ദാശരഥി വന്നതു കേട്ടു ചണ്ഡദീതി കുലജാതനാം ജഗന്നാഥൻ പുണ്ടരീകാക്ഷൻ തന്നെ കാൺമാനായി വന്നിടിനാർ. രാമലക്ഷ്മണന്മാരും ജാനകി ദേവീതാനും മാമുനിമാരെ വീണു നമസ്കാരവും ചെയ്താർ. താപസന്മാരും ആശീർവാദം ചെയ്തവർകളോടാഭോഗാനന്ദ വിവശന്മാരായരുൾ ചെയ്താർ. നിന്നുടെ തത്വം ഞങ്ങളിഞ്ഞറിഞ്ഞിരിക്കുന്നു. പന്നഗോത്തമതൽപേ പള്ളി കൊള്ളുന്ന ഭവാൻ ദാതാവ് അർദ്ധിക്ക മൂലം ഭൂഭാരം കളവാനായി ജാതനായിതു ഭുവി മാർത്താണ്ഡകുലത്തിങ്കൽ. ലക്ഷ്മണനാകുന്നതു ശേഷനും സീതാദേവി ലക്ഷ്മിയാകുന്നതല്ലോ. ഭരതശത്രുഘ്നന്മാർ ശംഖചക്രങ്ങൾ അഭിഷേക വിഘ്നാദികളും സങ്കടം ഞങ്ങൾക്കു തീർത്തിടുവാനെന്നു നൂനം. നാനാതാപസകുല സേവിതാശ്രമസ്ഥലം കാനനെ കാൺമാനാശു നീ കൂടെ പോന്നിടണം. ജാനകിയോടും സുമിത്രാത്മജനോടും കൂടി മാനസേ കാരുണ്യമുണ്ടായി വരുമല്ലോ കണ്ടാൽ എന്നരുൾ ചെയ്തു. മുനിശ്രേഷ്ഠന്മാരോടുകൂടി ചെന്നവരോരോ മുനി വർണ്ണശാലകൾ കണ്ടാർ. അന്നേരം തലയോടും എല്ലുകളെല്ലാം ഓരോ കുന്നുകൾ പോലെ കണ്ടു. രാഘവൻ ചോദ്യം ചെയ്താൻ, മർത്യമസ്തകങ്ങളും അസ്ഥികൂട്ടവുമെല്ലാം അത്രൈവ മൂലമെന്തെത്രയുണ്ടാവാനഹോ. തദ്വാക്യം കേട്ടു ചൊന്നാർ താപസജനം, രാമഭദ്രാനി കേൾക്ക മുനിസത്തമന്മാരെ കൊന്നു നിർദ്ദയം രക്ഷോഗണം ഭക്ഷിക്ക നിമിത്തമായി ദേശം അസ്ഥിവ്യാപ്തമായി ചമഞ്ഞിതു നാഥ. ശ്രുത്വാ വൃത്താന്തമിതം കാരുണ്യപരവശചിത്തനായൊരു പുരുഷോത്തമനരുൾ ചെയ്തു. നിഷ്ഠൂരതരമായ ദുഷ്ടരാക്ഷസകുലമൊട്ടൊഴിയാതെ കൊന്നു നഷ്ടമാക്കിയിടുവൻ ഞാൻ. ഇഷ്ടാനുരൂപം തപോനിഷ്ഠയാ വസിക്ക സന്തുഷ്ട്യാ
താപസകുലം മിഷ്ടിയും ചെയ്തു നിത്യം സത്യവിക്രമനിധി സത്യവും ചെയ്തു തത്ര നിത്യസമ്പൂജ്യമാനനായി വനവാസികളാൽ തത്ര തത്രൈവ മുനിസത്തമാശ്രമങ്ങളിൽ പൃഥ്വി നന്ദിനിയോടും അനുജനോടും കൂടി സൽസംസർഗാനന്ദേന വസിച്ചു കഴിഞ്ഞിതു വത്സരം ത്രയോദശമക്കാലം കാണായി വന്നു. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.